നമസ്കാരം. ഇന്നത്തെ എൻ്റെ വിഷയം നമ്മുടെ നാടിൻ്റെ വളർച്ചയ്ക്കും നമ്മുടെ നാടിനെ സുരക്ഷയ്ക്കും വേണ്ടി ഒക്കെ ഉള്ളതാണ്. അത് വേറൊന്നുമല്ല, സെൻസസ് ആണ്. അതായത് നമ്മുടെ നാടിൻ്റെ വളർച്ചയും നമ്മുടെ നാട് നേരിടുന്ന വെല്ലുവിളികളും എല്ലാം കാട്ടിത്തരുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് സെൻസസ് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ഇതൊരു കളക്ഷൻ ഡാറ്റയാണ്. എന്ന് വെച്ചാൽ നമ്മുടെ മൊത്തം ഇന്ത്യയുടെ ഡാറ്റ എന്ന് വേണമെങ്കിൽ പറയാം. എന്ന് വെച്ചാൽ നമ്മുടെ എത്ര ജനസംഖ്യയുണ്ട്, ദാരിദ്ര്യരേഖ എന്നിങ്ങനെ ആളുടെ വയസ്സ് എന്നിങ്ങനെ പലതരത്തിലുള്ള രേഖകളാണ് ഈ സെൻസസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, ഓരോ 10 വർഷം കൂടുമ്പോഴാണ് ഈ സെൻസസ് നടത്തുന്നത്. അപ്പോൾ കഴിഞ്ഞ 2011 സെൻസസ് നടത്തിയിട്ടുള്ളത്. പിന്നെ 2021 നടത്തിയിരുന്നെങ്കിലും കോവിഡ് കാരണം മാറ്റിവെക്കുകയാണ് ഉണ്ടായത്. അടുത്ത് 2027 രണ്ടാം ഘട്ടം 2027 നടത്തുമെന്നാണ് പറയുന്നത്. പിന്നെ ഈ ഒന്നാം ഘട്ടം 2026 ഏപ്രിലും നടത്തുമെന്നാണ് പറയപ്പെടുന്നത്. അതായത് വീടുകളുടെ രേഖ, എത്ര വീടുകളുണ്ട്, അവയെല്ലാം വന്ന് ഒന്നാം ഘട്ടത്തിൽ നടത്തുന്നത്. പിന്നെ രണ്ടാം ഘട്ടത്തിൽ ജനുവരി, ഫെബ്രുവരി ആ മാസങ്ങളിലാണ് നമ്മുടെ ജനസംഖ്യയും പിന്നെ ആ രേഖകളൊക്കെ കണക്കെടുക്കുന്നത്. അപ്പോൾ നമ്മൾ 2027 സെൻസസിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ, ഇത്ര കാലം 2011 വരെ നടന്നത് പേപ്പറും പേനയും കൊണ്ട് ഓരോ വീടുകളിൽ കയറി ഇറങ്ങി ഓരോ ഡാറ്റ ശേഖരിക്കുന്നതായിരുന്നു. പക്ഷേ ഇനി അങ്ങോട്ട് അങ്ങനെയല്ല എന്നാണ് പറയുന്നത്. കാരണം ഫുള്ളി ഓൺലൈനായിട്ടാണ് നടത്തുന്നത്. അതായത് നമ്മുടെ രേഖകളൊക്കെ ഓൺലൈനിൽ കൂടി, അതായത് ഡിജിറ്റലായി ലാപ്ടോപ്പിലൂടെയോ ഫോണിലൂടെയോ ടാബ്ലറ്റിലൂടെയോ ഇവയിലൊക്കെ കൂടി നമ്മുടെ ഡാറ്റാസ് എൻട്രി കൊടുക്കാമെന്നാണ് പറയപ്പെടുന്നത്. അതുകൂടാതെ അവരുടെ വെബ്സൈറ്റിൽ കൂടെ നമുക്ക് രജിസ്റ്റർ ചെയ്ത് വേണമെങ്കിൽ നമ്മുടെ ഡാറ്റ കൊടുക്കാൻ സാധിക്കും. അപ്പോൾ ഇവയിൽ നിന്നൊക്കെ എന്താണ് ലാഭം ഉണ്ടാകുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ, നമ്മൾ ഈ കൊടുക്കുന്ന ഡാറ്റാസ് ഒന്നും കളഞ്ഞു പോവുകയില്ല. പിന്നെ നമ്മൾ എടുക്കുന്ന ഡാറ്റാസൊക്കെ ഓരോ വീടുകളിൽ കയറി ഇറങ്ങാതെ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതൊക്കെ ലഭിക്കുന്നതാണ്. അങ്ങനെ പിന്നെ ധാരാളം വേറെ ഉപകാരങ്ങളാണ് ഇതുകൊണ്ട് നമുക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്താണെന്ന് വെച്ചാൽ ഈ ഓൺലൈൻ തട്ടിപ്പുകളും അവയൊക്കെയാണ്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ അനാവശ്യമായി നമ്മുടെ മെസ്സേജിലൂടെ OTP ചോദിക്കുന്നതും പിന്നെ നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ് ചോദിക്കുന്നതും അങ്ങനെ നമ്മുടെ പേഴ്സണൽ ഡാറ്റാസൊക്കെ ചോദിക്കുന്നതൊക്കെ നിരവധിയാണ് ഇന്നത്തെ കാലത്ത്. അവയാണ് ഓൺലൈൻ തട്ടിപ്പ് എന്ന് പറയുന്നത്. അതായത് നമുക്കറിയാം, ജനിച്ചു വീഴുന്ന കുട്ടിയുടെ കയ്യിൽ വരെ മൊബൈൽ ഫോണുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഈ ഡിജിറ്റൽ യുഗം വളർന്നുകൊണ്ട് തന്നെ ധാരാളം ഓൺലൈൻ തട്ടിപ്പുകളാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഇന്ന് നമ്മുടെ കേരളത്തിൽ തന്നെ ഈ അടുത്ത് കോടികൾ തട്ടിപ്പ് കാരണം കളഞ്ഞുപോയി നമ്മൾ വാർത്തയൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഇതുപോലെ നിരവധി പേരുടെ പൈസയും അതുപോലെ തന്നെ ഡാറ്റാസൊക്കെയാണ് ഇങ്ങനെ ഓൺലൈൻ തട്ടിപ്പിലൂടെ കടന്നു പോകുന്നത്. അപ്പോൾ ഇവരെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ മെസ്സേജിലോ വാട്സപ്പിലൂടെയോ ബാങ്കിൽ നിന്ന് വരുന്ന OTP ഇവർ ചോദിക്കുകയും പിന്നെ പേഴ്സണൽ ഡാറ്റാസൊക്കെ ആണ് ചോദിക്കുന്നത്. അപ്പോൾ ഇത് അറിയാത്തവർ എന്തെങ്കിലും അവർക്ക് വേണ്ട കാര്യമാണെന്ന് വെച്ചോ, അതോ ബാങ്കിൽ നിന്ന് ഡയറക്റ്റ് വരുന്ന കാര്യമാണെന്ന് വെച്ചോ, അവരുടെ ഡാറ്റാസൊക്കെ വേഗം തന്നെ കൊടുക്കുന്നതാണ്. അപ്പോൾ ഇവയൊക്കെ തടയാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ മുൻകരുതലെടുക്കണം. എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ഡാറ്റാസൊക്കെ ചോദിക്കുമ്പോൾ അത് ഒരിക്കലും കൊടുക്കാൻ പാടില്ല എന്നുള്ളത്. പിന്നെ നമ്മൾ ബാങ്കിൽ നിന്നും ഡയറക്റ്റ് നമ്മളോട് ഇങ്ങനത്തെ ഡാറ്റാസും ചോദിക്കില്ല എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ ഈ ഓൺലൈൻ കാലഘട്ടത്തിൽ നമ്മൾ തിരിച്ചറിയേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ സ്വയം ബോധവൽക്കുകയാണ് വേണ്ടത്. എന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കൊടുക്കാൻ പാടില്ല എന്നുള്ളതും ഇതിന് ശേഷമുള്ള ഭവിഷ്യത്ത് എന്താണെന്നുള്ളതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. പിന്നെ നമ്മളെല്ലാം കൂടി നോക്കുകയാണെങ്കിൽ നമ്മുടെ ഈ നാടിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ സെൻസസ് ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മുടെ സ്വന്തം വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബോധവൽക്കരണം, അതായത് ഈ ഓൺലൈൻ യുഗത്തിലുള്ള ബോധവൽക്കരണം നമുക്ക് അത്യാവശ്യമായി വേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം നിർത്തുന്നു. നന്ദി.